എൻ്റെ മാതാവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നത്? നിന്നെ വിശ്വസിക്കുന്നത് കൊണ്ടാണോ എനിക്കിങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നീ തരുന്നത്? ആരാ എന്താ എന്നൊന്നും അറിയാത്ത ഒരാളുടെ ശത്രുവായിട്ട് ഞാനിപ്പോൾ മാറിക്കഴിഞ്ഞു. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പ്രിയ പറഞ്ഞ വാക്കുകളെ ചിന്തിച്ചു. ശരിയാണ് അവർ പറഞ്ഞത്. തനിക്ക് സ്വന്തമെന്ന് പറയാൻ മമ്മിയും അനിയത്തിയും മാത്രമേ ഇപ്പോഴുള്ളൂ. അവരെ കൂടി നഷ്ടമായാൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. അയാൻ സാറിനും ഫാമിലിക്കും ഇവിടെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പ്രിയയ്ക്ക് അയാൻ സാറിനോടും കുടുംബത്തിനോടുള്ള താല്പര്യം കൊണ്ട് അവർ അയാൻ സാറിൻ്റെ കുടുംബത്തിന് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതുപോലെയാണോ താൻ? അവൾ മനസ്സിൽ ചിന്തിച്ചു. പോലീസുകാർ വന്ന് ചോദിച്ച കേസ് പിൻവലിക്കണമെന്ന് തന്നെ അവൾ മനസ്സിൽ നിശ്ചയിച്ചിരുന്നു. കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങൾ ഓർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതുപോലൊരു ഭാഗ്യം കെട്ട പെണ്ണ് ലോകത്ത് വേറെ ആരും ഉണ്ടാകില്ല. എന്തൊരു വിധിയാണ് മാതാവേ എൻ്റേത്. എവിടെ ചെന്നാലും സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ഒന്ന് ജീവിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. കുറച്ച് സന്തോഷം തന്നാൽ അതിനേക്കാൾ ഉപരി ദുഃഖം നീ എനിക്ക് തരും. കഴിഞ്ഞ ജന്മത്തിൽ ആര് ചെയ്ത പാപത്തിൻ്റെ ആണോ എന്തോ താൻ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവളുടെ മനസ്സിൽ കൂടി പല ചിന്തകളും കടന്നുപോയി. ജസ്റ്റിൻ്റെ മരണശേഷം കർമ്മങ്ങളൊക്കെ നടന്നിരുന്ന ദിവസം. മോളെ ആമി, നീ ഈ വെള്ളമെങ്കിലും കുടിക്ക്. എത്ര ദിവസമായി മോളെ നീ ആഹാരം കഴിച്ചിട്ട്? ജസ്റ്റിൻ്റെ മമ്മി അവളുടെ അടുത്തേക്ക് വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. തൻ്റെ മുൻപിൽ അവർ അഭിനയിക്കുകയാണെന്ന് ഒരു നിമിഷം ആ കണ്ണുകളിൽ നോക്കി അവൾക്ക് മനസ്സിലായി. തൻ്റെ മകൻ്റെ വേർപാട് മുൻപിൽ നിൽക്കുമ്പോഴും തന്നെ ആശ്വസിപ്പിക്കാനും ഒരു തുള്ളി വെള്ളം തരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ അമ്മയെ നിറഞ്ഞ കണ്ണുകളോടെ അവൾ നോക്കി. അവളുടെ നോട്ടം കണ്ടവർക്ക് സഹിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. കണ്ണുകളിൽ ദയനീയത മാത്രം. ഇനി എന്തു എന്നുള്ള ഒരു ചോദ്യചിഹ്നം. മനസ്സിൽ പൊട്ടിക്കരയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒന്നിച്ച് ജീവിച്ച് കൊതി തീരാതെ നഷ്ടപ്പെട്ടു പോയ തൻ്റെ പാതയോർത്ത് കരയുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി എന്തോ ഒരു ധൈര്യത്തോടെ അവർ നിന്നു. എനിക്ക് വേണ്ട, അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു. വേണ്ടെങ്കിൽ ആമയെ നിർബന്ധിക്കണ്ട, അവിടെ ഇരുന്ന് ഒരു സ്ത്രീയും പറഞ്ഞു. മോളെ, ഇനിയിപ്പോൾ കരഞ്ഞിട്ട് എന്താ കാര്യം? പോയത് പോയി. തിരിച്ച് നിർമ്മിക്കാൻ കഴിയുന്നതാണോ മോളെ നഷ്ടപ്പെട്ടു പോയത്? മനുഷ്യനല്ലേ? അവളുടെ അടുത്ത് കൂടിയിരുന്നവരിൽ ഒരു സ്ത്രീ പറഞ്ഞു. ചില പെൺപിള്ളേർ കയറി വരുന്നത് ആൺപിള്ളേർക്ക് നല്ലതാ. പക്ഷെ ചില പെണ്ണുങ്ങൾ കെട്ടി അവൻ്റെ ഉയിരെടുക്കും. ദോഷമുള്ളതാണെങ്കിൽ പറയുകയും വേണ്ട. ജസ്റ്റിൻ്റെ ആൻറ്റിയാണ് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത്. അത് കേട്ടതും അവൾ ഞെട്ടി അവരുടെ മുഖത്തേക്ക് നോക്കി. എല്ലാവരും ഒരുതരം പുച്ഛത്തോടെ ആ സ്ത്രീയെ നോക്കി. തൻ്റെ ജീവനെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ പെണ്ണിൻ്റെ സാന്നിധ്യത്തിൽ അവർക്ക് എങ്ങനെ അതൊക്കെ പറയാൻ കഴിയുന്നുവെന്നായിരുന്നു എല്ലാവരും അവിടെ ചിന്തിച്ചിരുന്നത്. ചേച്ചി, അത് കേട്ട് ജസ്റ്റിൻ്റെ മമ്മി ദേഷ്യത്തോടെ അവരെ വിളിച്ചു. ആശ്വസിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾക്കതിനെ വേദനിപ്പിക്കാതിരുന്നൂടെ? ജസ്റ്റിൻ്റെ മമ്മി ദേഷ്യത്തോടെ അവരോട് ചോദിച്ചതും എല്ലാവരും തന്നെ ദേഷ്യത്തോടെയും പുച്ഛത്തോടെയുമാണ് നോക്കുന്നതെന്ന് മനസ്സിലായ ആ സ്ത്രീ അവിടെ നിന്നും പതുക്കെ എഴുന്നേറ്റ് പോയി. അവരെന്ത് ജന്മമാണ്? എല്ലാവരും പരസ്പരം പറഞ്ഞു. മോള് വാ. ജസ്റ്റിൻ്റെ മമ്മി അവളെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ചു. അവളൊരു പാവയെപ്പോലെ അവരുടെ മുൻപിൽ നിന്നു. ജസ്റ്റിൻ്റെ ആൻറ്റി പറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു. അവളെ പരിഹാസപാത്രമായി മറ്റുള്ളവരുടെ മുൻപിലിരുത്താൻ ജസ്റ്റിൻ്റെ മമ്മിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അവരവളെയും കൂട്ടി മറ്റൊരു മുറിയിലേക്ക് ചെന്നു. മോൾ ഇവിടെ ഇരുന്നാൽ മതി, അവർ പറഞ്ഞതും അവൾ തലയാട്ടി. മമ്മി, അവൾ വിളിച്ചതും അവരെന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ അത്രയ്ക്ക് പാവിയാണോ മമ്മി? എന്നെ വിവാഹം കഴിച്ചതുകൊണ്ടാണോ ഇച്ചായം പോയത്? അവൾ ചോദിച്ചതും അവർക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. മോളെ, നമുക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു. അത് നിന്റെ ഭാഗ്യക്കേടാണെന്ന് മമ്മി ഒരിക്കലും കരുതുന്നില്ല. അവനായുസ് അത്രേ ഉണ്ടായിരുന്നു കാണുള്ളൂ. തൂക്കി നോക്കാനൊന്നും നമുക്ക് കഴിയില്ലല്ലോ മോളെ. മോൾക്കറിയാവുന്നതല്ലേ, അവർക്ക് നാവിനൊരു ലൈസൻസും ഇല്ലാത്തവരാണ്. അവർ പറയുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവരെ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് അവർ ചിന്തിക്കാറില്ല. അവരുടെ വിവരമില്ലായ്മയായിട്ട് മോളതിനെ കരുതിയാൽ മതി. ഈ ലോകം മുഴുവൻ നിന്റെ ഭാഗ്യക്കേടുകൊണ്ടാണ് എൻ്റെ മകൻ പോയതെന്ന് വിളിച്ച് പറഞ്ഞാലും ഞാനതൊരിക്കലും വിശ്വസിക്കില്ല. അതിൻ്റെ പേരിൽ ഞാൻ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യില്ല. അന്നും ഇന്നും നീ എൻ്റെ മകളാണ്. മകളെ ഒരിക്കലും ഒരമ്മയും കുറ്റം പറയില്ല. അവരവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും ഒരു പൊട്ടിക്കടിച്ചിലോടെ അവൾ അവരുടെ വയറ്റിൽ കൂടി കൈ ചുറ്റി അവരുടെ വയറിലേക്ക് തന്നെ തലവെച്ച് കരഞ്ഞു. പഴയ കാര്യങ്ങൾ ഓരോന്നോർത്തതും തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മിന്നുമാലയിൽ അവൾ പിടിമുറുക്കി. അയാൻ അത് രണ്ടാമത് അവൾക്ക് കഴുത്തിൽ ഇട്ടുകൊടുത്തത് അവളുടെ ഓർമ്മയിൽ കൂടി കടന്നുപോയി. പെട്ടെന്ന് അവൾ തൻ്റെ കണ്ണുകളെ വലിച്ചു തുറന്നു. അപ്പോഴാണ് വാതിലിൽ മുട്ടുകേട്ടത്. അവൾ പെട്ടെന്ന് കണ്ണുകൾ തുടച്ചിട്ട് പോയി വാതിൽ തുറന്നതും മുൻപിൽ നിൽക്കുന്ന ആദിയാണ് കണ്ടത്. എന്താ സർ? അവനെ കണ്ടവൾ സംശയത്തോട് ചോദിച്ചു. എനിക്ക് അകത്തേക്ക് വരാലോ അല്ലേ? അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് നിന്നോട് സംസാരിക്കണം. അതും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ അവളുടെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി.
എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ താഴെ വെച്ച് സാറിനോട് പറഞ്ഞതാണല്ലോ. ഇനിയും എന്താ സാറിന് എന്നോട് ചോദിക്കാനുള്ളത്? അവൾ അവനെ നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് താഴെ വെച്ച് നീ എല്ലാവരോടും പറഞ്ഞ കള്ളത്തരമല്ല കേൾക്കേണ്ടത്. ഇപ്പോൾ കേസ് അവസാനിപ്പിക്കണമെന്ന് നിന്നെക്കൊണ്ട് പറയിപ്പിച്ച കാര്യം എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. അതിൻ്റെ സത്യാവസ്ഥയാണ് എനിക്കറിയേണ്ടത്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാൻ താഴെ വെച്ച് പറഞ്ഞത് സത്യം തന്നെയാണ്. അതിൽ കൂടുതലൊന്നും എനിക്കിനി സാറിനോട് പറയാനില്ല. അതവനെ നോക്കാതെയാണ് അവൾ പറഞ്ഞത്. പറ ആമി, എന്തിനാ നീ താഴെ വെച്ച് അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത്? ആർക്കു വേണ്ടിയാണ് നീ കേസ് പിൻവലിച്ചത്? അവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. സാറിന് എന്താ ഞാൻ പറയുന്നത് മനസ്സിലാകാത്തത്? ഞാൻ ആർക്കു വേണ്ടിയല്ല കേസ് പിൻവലിച്ചത്. താഴെ വെച്ച് പറഞ്ഞത് മാത്രമേ എനിക്ക് ഇനിയും സാറിനോട് പറയാനുള്ളൂ എന്ന് എത്ര തവണ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ മുഖത്തേക്ക് നോക്കി പറയാമീ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്നും അവളുടെ മുഖഭാവങ്ങളിൽ നിന്നുമൊക്കെ അവൾ കള്ളത്തരമാണ് പറയുന്നതെന്ന് അവന് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു. നിന്നെ അവർ ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ നീ അവർ വന്നപ്പോൾ കേസ് വേണ്ടാന്ന് വെച്ചത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഞെട്ടി. അല്ല, എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എനിക്ക് കേസൊന്നും വേണ്ടെന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഞാനത് പിൻവലിച്ചത്. ഞാൻ സാറിനോട് താഴെ വെച്ച് പറഞ്ഞതല്ലേ അന്യനാട്ടിൽ വന്നൊരു കേസിന് എനിക്ക് താല്പര്യമില്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേസ് വേണ്ടെന്ന് വെച്ചതെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൾ വീണ്ടും വീണ്ടും തൻ്റെ മുഖത്തേക്ക് നോക്കി കള്ളത്തരം പറയുകയാണെന്ന് അവനും മനസ്സിലായി. ഒരു സത്യത്തെ മറയ്ക്കാൻ എന്തിനാ ഇങ്ങനെ കള്ളത്തരം പറയുന്നത് നീ ഈ പറയുന്നത് മറ്റുള്ളവർ വിശ്വസിച്ചാലും ഞാനൊരിക്കലും വിശ്വസിക്കില്ല. നിന്റെ കണ്ണുകൾ തന്നെ എന്നോട് പറയുന്നുണ്ട് എന്നോട് നീ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണെന്ന്. അവൻ അവളെ നോക്കി ചോദിച്ചതും അവൾ നിസ്സഹായതയോടെ അവനെ നോക്കി. അവൾ വീണ്ടും തന്നോട് കള്ളത്തരം പറയുകയാണെന്ന് ആദിക്ക് മനസ്സിലായി. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഹാമി, അവൻ ദേഷ്യത്തോടെ അവളെ വിളിച്ചു. സാർ, ഇങ്ങനെ ഒച്ചയെടുക്കേണ്ട കാര്യമില്ല. പതുക്കെ പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കാം. ഇങ്ങനെ ഒച്ചയെടുക്കാൻ മാത്രമുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല സാർ. അതല്ല, ഇത് സാറിൻ്റെ വീടാണെന്നുള്ള അധികാരത്തിലാണ് സാർ എന്നോട് ഇങ്ങനെ റേസ് ചെയ്ത് സംസാരിക്കുന്നതെങ്കിൽ, അതിൻ്റെ അധികാരഭാവമാണ് സാർ എന്നോട് ഈ കാണിക്കുന്നതെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നും പൊയ്ക്കോളാം. അവൾ തിരിച്ചവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. ഹാമി, നീ വെറുതെ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാൻ നിൽക്കരുത്. സത്യം എന്താണെന്നറിയാതെ ഞാൻ ഈ മുറി വിട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നീ പറഞ്ഞ കള്ളത്തരം താഴെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് സത്യം എന്താണെന്ന് നീ എന്നോട് തുറന്നു പറഞ്ഞേ പറ്റൂ. അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു. നീ പ്രിയയ്ക്ക് വേണ്ടിയല്ലേ കേസ് പിൻവലിച്ചത്? അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവൻ അങ്ങോട്ട് ചോദിച്ചു. അത് കേട്ട് അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അതിന് മറുപടി ഒന്നും പറയാതെ അവൾ തിരിഞ്ഞു നിന്നു. ആമി, നിന്നോടാ ഞാൻ ഈ ചോദിക്കുന്നത്. അവൻ പറഞ്ഞുകൊണ്ട് ബലമായിട്ട് അവളെ അവൻ്റെ നേരെ തിരിച്ചു നിർത്തി. ഇനിയും താൻ സത്യം പറഞ്ഞില്ലെങ്കിൽ അവൻ ഈ മുറിവിട്ട് പോകില്ല എന്നവൾക്ക് നന്നായിട്ട് ഉറപ്പായിരുന്നു. കാരണം അവൻ രണ്ടും കൽപ്പിച്ചാണ് തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതെന്നും അവൻ എന്തൊക്കെയോ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അവൾക്ക് മനസ്സിലായി. എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് അവരെന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാർ? ആ കുട്ടി പറഞ്ഞതുപോലെ സാറിനും ആ കുട്ടിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ എനിക്കങ്ങനെയല്ല. സ്വന്തം എന്ന് പറയാൻ ഈ ഭൂമിയിൽ എനിക്ക് എൻ്റെ അമ്മ അനിയത്തി മാത്രമേ ഉള്ളൂ. ഇനി അതും അവരവിടെയും ഞാൻ ഇവിടെ ഒരു അന്യദേശത്തും. അവർ പോലും എൻ്റെ കൺമുൻപിലില്ല. പെട്ടെന്ന് ഓടിയെത്താൻ എനിക്ക് കഴിയുകയുമില്ല. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ കൂടി എനിക്ക് നഷ്ടപ്പെട്ട പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഈ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആമി, അവൻ തിരികെ അവളെ വിളിച്ചു. നിങ്ങൾക്കാർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല സർ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എന്നും എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ജീവനെ തുല്യ ഞാൻ സ്നേഹിച്ച എൻ്റെ ഇച്ചായൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല സർ. മനസ്സുകൊണ്ട് പോലും ഒരാൾ നശിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നും എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. എന്നിട്ട് പോലും ദൈവം എന്നിൽ നിന്നും എല്ലാം തട്ടിയെടുത്തു. നഷ്ടപ്പെട്ടത് മുഴുവൻ എനിക്ക് മാത്രമാണ്. ഇല്ലാതായിപ്പോയത് എൻ്റെ മാത്രം ജീവിതം. അതുപോലെ എൻ്റെ മമ്മിയും അനിയത്തിയും കൂടി നഷ്ടപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ സർ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി. അവളുടെ പാതിയെപ്പറ്റി പറഞ്ഞു പോയപ്പോൾ വിങ്ങിപ്പോയി അവൾ. ഇടറിപ്പോയി അവളുടെ വാക്കുകൾ അവനിൽ വല്ലാത്തൊരു പിടച്ചിൽ തന്നെ ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾക്കൊക്കെ പണവും പ്രതാപവും പദവിയും ഒക്കെയുണ്ട്. എനിക്ക് അങ്ങനെയല്ല സർ. പണിയെടുത്താലേ ജീവിക്കാൻ കഴിയൂ. നിങ്ങളെപ്പോലെ ഒരുപാട് പണമൊന്നും ഞങ്ങൾക്ക് വേണ്ടി ആരും സമ്പാദിച്ചിട്ടിട്ടില്ല. പ്ലീസ് സർ, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചോളാം. ഒരു കേസിൻ്റെയും വഴക്കിൻ്റെയും പുറകെ പോകാൻ എനിക്ക് താല്പര്യമില്ല. അവർക്ക് എന്നോടല്ലേ ദേഷ്യം. എന്നെ വേണമെങ്കിൽ അവരില്ലാതാക്കിക്കോട്ടെ. അല്ലെങ്കിൽ തന്നെ ജീവിക്കണമെന്ന് എനിക്കിപ്പോൾ ഒരാഗ്രഹവുമില്ല. മരിക്കാൻ പേടിയായതുകൊണ്ട് അതിന് മുതിരാത്തത്. ഞാൻ ജീവനോടിരിക്കുമ്പോൾ എൻ്റെ മമ്മിക്കും അനിയത്തിക്കും ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ ഉറപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അപ്പോൾ പ്രിയ തന്നെയാണ് നിന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതല്ലേ? ഇത്രയും കേട്ട് നിന്ന അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. പറയാമി, കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് അവൾ നിന്നെ വിളിച്ചിരുന്നു അല്ലേ?
അവൾ എന്തൊക്കെയാ നിന്നോട് പറഞ്ഞത്? അവൻ വീണ്ടും അവളെ നോക്കി ചോദിച്ചു. അതിന് മറുപടി ഒന്നും പറയാതെ ആമി അവനെ നോക്കി. ആമി, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. അവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ച് അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അതിന് നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാ സർ? ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? നിങ്ങളുടെ 2 വീട്ടുകാരുടെ ഇടയ്ക്ക് എന്തിനാ ഞാൻ? നിങ്ങളോട് ആരോടും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ എൻ്റെ പുറകെ നടന്ന് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഇപ്പോൾ പോലും അവരെന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച എന്തിനാണെന്ന് എനിക്കറിയില്ല. ആ കുട്ടി ഓഫീസിൽ വന്ന് സാറിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാർ എന്തിനാ എന്നെ അവിടെ പിടിച്ചു നിർത്തിയത്? അതുകൊണ്ടല്ലേ ആ കുട്ടിക്ക് എന്നോട് ദേഷ്യം തോന്നിയത്. ഞാനും സാറും തമ്മിൽ മറ്റെന്തോ ബന്ധമുണ്ടെന്ന് കരുതിയിട്ടല്ലേ ആ കുട്ടി എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് വെറും ഒരു സെക്രട്ടറിയായി എൻ്റെ സ്ഥാനം അവിടെ എന്തായിരുന്നു? ആ കുട്ടിയോടുള്ള ദേഷ്യത്തിലാണ് സാർ അങ്ങനെയൊക്കെ ചെയ്തത്. സാർ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതുമൂലം ആ കുട്ടിക്ക് എന്നോടാ ദേഷ്യം ഉണ്ടായത്. അവൾ നിറഞ്ഞ കണ്ണുകളോടെ നിസ്സഹായതയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവന് തിരികെ മറുപടിയൊന്നും പറയാനുണ്ടായിരുന്നില്ല. പ്രിയയോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവളെ തൻ്റെ ഒപ്പം പിടിച്ചു നിർത്തിയത്. പക്ഷെ അതിന്ന് വലിയൊരു പ്രശ്നമാകുമെന്നും പ്രിയയ്ക്ക് അവളോട് ഇത്രയധികം ദേഷ്യം ഉണ്ടാകുമെന്നും ഒരിക്കലും മനസ്സിൽ പോലും കരുതിയിരുന്നില്ല. ഇതിനൊന്നും സാറിൻ്റെ കയ്യിൽ മറുപടി ഇല്ല അല്ലേ? ഞാൻ സാറിനെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. പക്ഷെ ഇന്ന് ആ കുട്ടിക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകാനുള്ള ഒരു ഒറ്റ കാരണം അത് സാറ് മാത്രമാണ്. അന്ന് സാർ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിക്ക് എന്നോട് ഇത്രയധികം ദേഷ്യം ഉണ്ടാവുകയില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല. വയ്യ സർ, മടുത്തു എനിക്ക്. ആയുസ്സുള്ള കാലത്തോളം ആരെയും വേദനിപ്പിക്കാതെ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളാം. എനിക്ക് ജോലിയുള്ള കാലത്തോളം എൻ്റെ മമ്മിയും അനിയത്തെയും ഞാൻ എങ്ങനെയെങ്കിലും നോക്കിക്കോളാം. അവൾ അവൻ്റെ മുൻപിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു. അവളുടെ അവസ്ഥ കണ്ട് അവന് വല്ലാത്ത വേദന തോന്നി. എന്ത് തിരികെ പറയണമെന്ന് അവന് അറിയില്ല താനും. അവനൊന്നും തന്നെ മിണ്ടാതെ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അവൻ പോയതും അവൾ തൻ്റെ മുറിയുടെ വാതിലടച്ച് ലോക്ക് ചെയ്തു. പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ആരാണെന്നുള്ള സംശയത്തിൽ കണ്ണുകൾ തുടച്ചതിന് ശേഷം അവൾ ചെന്ന് ഫോൺ എടുത്തു. ഫെലിക്സ് ആയിരുന്നു. ആമി. ഫോൺ എടുത്ത പാടെ അവൻ അവളെ വിളിച്ചു. ഫെലിക്സ്. അതിന് മറുപടിയായി അവളും തിരികെ അവനെ വിളിച്ചു. എന്നാൽ അവളുടെ സ്വരത്തിൽ നിന്നും അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായി. എന്താ ആമി, എന്താ പറ്റിയത്? എന്തിനാ നീ കരയുന്നേ? അവൻ സംശയത്തോട് ചോദിച്ചു. ഒന്നുമില്ലടാ, അവൾ തിരികെ അവനോട് മറുപടി പറഞ്ഞു. എന്തുകൊണ്ടോ ഇന്ന് നടന്ന സംഭവങ്ങളൊന്നും അവനോട് പറയാൻ അവൾക്ക് തോന്നിയിരുന്നില്ല. അവനറിഞ്ഞാൽ ആദ്യം അവളോട് ദേഷ്യപ്പെട്ടതുപോലെ അവനും തിരികെ അവളോട് ദേഷ്യപ്പെടുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നീ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട ആമി. നിന്നെ ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. നിന്റെ സ്വരം ഒന്ന് മാറിയപ്പോൾ എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് കളിക്കാതെ നീ കാര്യം പറയാൻ നോക്ക്. അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെയാണ് അവളോട് പറഞ്ഞത്. ഞാൻ സത്യമാണ് ഫെലിക്സ് പറയുന്നത്, എനിക്കൊരു പ്രശ്നവുമില്ല. അവൾ വീണ്ടും അവനോട് പറഞ്ഞു. എന്നാൽ അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായത് അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആദി തോന്നിയിരുന്നു. ആമി, അയാൻ സാർ എന്തേലും നിന്നോട്? അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അയ്യോ ഇല്ല ഫെലിക്സ്, അങ്ങനെയൊന്നുമില്ല. ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അങ്ങനെ അങ്ങ് കരഞ്ഞു പോയതാ. അവൾ തിരികെ പെട്ടെന്ന് തന്നെ അവനോട് മറുപടി പറഞ്ഞു. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആമി, പഴയ കാര്യങ്ങളൊന്നും ഇനി ചിന്തിക്കേണ്ടെന്ന്. അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്ക് അങ്ങനെ അങ്ങ് മറന്നു കളയാൻ പറ്റുമോ ഫെലിക്സ്? അവളും തിരികെ അവനോട് ചോദിച്ചതും അവനൊന്നും മിണ്ടിയില്ല. നീ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും എല്ലാ വിഷമങ്ങളും മാറും. ഫെലിക്സ് അവളെ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ പറഞ്ഞതും അവൾ മൂളി. അവൻ വീണ്ടും അവളോട് കഴിച്ചോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചതിന് ശേഷം ഫോൺ വെച്ചു. അവളുടെ അടുത്തു നിന്നും ആദ്യം നേരെ പോയത് തൻ്റെ മുറിയിലേക്കായിരുന്നു. ഒട്ടും ഉറക്കം വരാത്തൊരവസ്ഥയിലായിരുന്നു അവൻ. ഉറങ്ങണമെന്നുണ്ടെങ്കിലും കണ്ണടയ്ക്കുമ്പോൾ അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖമാണ് അവൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നതെന്ന് അവന് മനസ്സിലായി. പിന്നെ എന്തോ ഓർത്തതുപോലെ അവൻ തൻ്റെ ഫോൺ എടുത്തു. ഫെലിക്സിനെ വിളിച്ച് സംസാരിക്കാമെന്ന് കരുതിയെങ്കിലും അവൻ മറ്റൊരു കോളിലായിരുന്നുവെന്നാണ് മറുപടി കിട്ടിയത്. അവൻ്റെ മനസ്സിൽ വീണ്ടും ആമിയുടെ മുഖം കടന്നു വന്നു. ആമി അവളിലേക്ക് എന്തൊക്കെയോ തന്നെ ആകർഷിക്കുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അവളുടെ നിറയുന്ന കണ്ണുകൾ അത് തന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ടെന്ന് ആദിക്ക് തോന്നി. അവളുടെ കണ്ണുകൾ നിറയുമ്പോൾ അവൾ വേദനിക്കുന്നതിനേക്കാൾ ഇരട്ടി തൻ്റെ മനസ്സാണ് വേദനിക്കുന്നതെന്ന് ആദിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇതുവരെയും തൻ്റെ മനസ്സിന് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അനാമികയെ താൻ അറിഞ്ഞുമറിയാതെയും വേദനിപ്പിച്ചിട്ടില്ലായിരുന്നു. വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. പക്ഷെ എന്നിട്ടും അവളെ തന്നെ ചതിച്ചിട്ട് പോയി. ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് അതിനുശേഷം താൻ വിശ്വസിച്ചു. എന്നാൽ അത് തിരുത്തി തന്നത് ആമിയായിരുന്നു. ജീവിതത്തിൽ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കുന്ന പെൺകുട്ടികളും ഉണ്ടെന്ന് ആമയിലൂടെയാണ് താൻ കണ്ടത്. അവൾ വളരെ യുണീക്കായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചു. ആമയെ വിളിച്ച് ഫോൺ കട്ടാക്കിയതും ഫെലിക്സ് ആദിയുടെ ഫോണിലേക്കാണ് വിളിച്ചത്. ഹയാൻ സാർ, അവൻ സംശയത്തോടെ വിളിച്ചു. എന്താടോ, താനെന്തെങ്കിലും തിരക്കിലാണോ? ആദ്യ സംശയത്തോടെ തിരികെ ചോദിച്ചു. ഇല്ല സാർ, എന്താ കാര്യം? അവൻ തിരികെ ആദിയോടും ചോദിച്ചു. താനെന്ന് തൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടില്ലായിരുന്നോ? വിളിച്ചിരുന്നു സാർ. സാർ വിളിച്ചപ്പോൾ ഞാൻ അവളെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
അവൾക്കെന്തോ വല്ലാത്ത വിഷമം പോലെ. പക്ഷെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല. ഫെലിക്സ് അവനെ നോക്കി മറുപടി പറഞ്ഞു. തന്നോട് ആമി ഒന്നും പറഞ്ഞില്ലേ? അവൻ വീണ്ടും സംശയത്തോട് ചോദിച്ചു. ഇല്ല സർ, ഞാൻ കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഒന്നുമില്ലെന്നാ മറുപടി പറഞ്ഞത്. എന്താ സർ, അവിടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അവൻ ആവലാതിയോടുകൂടി അവനോട് ചോദിച്ചു. ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, പക്ഷെ ഒരു സംഭവം നടന്നു. അതും പറഞ്ഞ് ആദ്യം ഇന്നുണ്ടായ സംഭവങ്ങളൊക്കെ ഫെലിക്സിനോട് പറഞ്ഞു. വാട്ട്? ആമി എന്തിനാ സാർ അങ്ങനെ ചെയ്തത്? എന്നിട്ട് അവളെന്താ എന്നോട് ഇതൊന്നും പറയാഞ്ഞത്? അവൻ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു. ഈ കാര്യങ്ങളൊക്കെ തന്നോട് പറഞ്ഞാ ഞാൻ ദേഷ്യപ്പെട്ടതുപോലെ താനും അവളോട് ദേഷ്യപ്പെടുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മാത്രമായിരിക്കും തന്നോടിത് പറയാതെ മറച്ചു വെച്ചത്. അവൾ എന്നാലും വല്ലാത്തൊരു അബദ്ധമാണല്ലേ കാണിച്ചത്. ആമി കാണിച്ചത് അബദ്ധം തന്നെയാ. പക്ഷെ അതോർത്ത് താൻ വിഷമിക്കണ്ട. അവൾ കേസ് പിൻവലിച്ചു എന്ന് കരുതി അവന്മാരെ ഒരിക്കലും പിടിക്കാതിരിക്കില്ല. ഇതിന് പിന്നിൽ ആരുടെ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ ഞാൻ മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കും. ഇപ്പോൾ ഇത് എൻ്റെ കൂടെ ആവശ്യമാണ്. അവളെ ഉപദ്രവിച്ചത് ആരാണെങ്കിലും അവരെ ഞാൻ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരും. എൻ്റെ പേരും പറഞ്ഞ് അവളെ ഇനി ആരും വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ വാശിയോടെ ഫെലിക്സിനോട് മറുപടി പറഞ്ഞു. അവർ വീണ്ടും ഓരോന്ന് സംസാരിച്ചതിന് ശേഷം ഫോൺ വെച്ചു. ആമി എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിയതിന് ശേഷം എപ്പോഴോ ആണ് ഉറങ്ങിയത്. പിറ്റേന്ന് രാവിലെ തൻ്റെ റൂമിൻ്റെ വാതിലിൽ തുടരെയുള്ള മുട്ടുകേട്ടാണ് അവൾ കണ്ണുകൾ തുറന്നത്. വിളിക്കുന്നത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി തന്നെ വിളിച്ചുണർത്താൻ വന്നിരിക്കുന്നത് ആരാണെന്ന്. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നതും തൻ്റെ മുൻപിൽ നിൽക്കുന്ന അപ്പുവിനെയാണ് കണ്ടത്. ആമിയമ്മേ, എത്ര നേരമായി അപ്പു വിളിച്ചുവാ? ആമിയമ്മ എന്ത് കഥക തുക്കാഞ്ഞേ? അവൾ പരിഭവത്തോടെ ആമിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അയ്യോ അപ്പു, ആമിയമ്മ ഇന്നലെ ഉറങ്ങിപ്പോയി. അപ്പോൾ വിളിച്ചത് ഞാൻ കേട്ടില്ല. കേൾക്കാഞ്ഞതുകൊണ്ടല്ലേ കഥക തുറക്കാഞ്ഞത്? അവൾ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അത് കേട്ടതും അപ്പു ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ രാവിലെ രണ്ടുപേരും കൂടി ഒരു ചിരിയും സംസാരവും? അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് കണ്ടതും ചാന്ദിനി അങ്ങോട്ട് വന്ന് പുഞ്ചിരിയോടെ ചോദിച്ചു. ഏയ്, ഞങ്ങൾ വെറുതെ. ചേച്ചി രാവിലെ പോകുവാണോ? ഇന്ന് കുറച്ച് നേരത്തെ പോകണം. ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗ് ഉണ്ടാമി. അവൾ ആമയെ നോക്കി മറുപടി പറഞ്ഞു. പിന്നെ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ചാന്ദിനി ഒന്ന് നിന്നു. പിന്നെ തിരിഞ്ഞു നിന്ന് ആമയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ആമയോട് ഈ ക്രൂരത ചെയ്തത് പ്രിയയും അവളുടെ കുടുംബവുമായിരുന്നു അല്ലേ? ചാന്ദിനി സംശയത്തോടെ അവളോട് ചോദിച്ചതും ആമി ഞെട്ടി. അത് ചേച്ചി, പിന്നെ ആദ്യം അവളോട് പറഞ്ഞതായിരിക്കുമെന്ന് കരുതി ആമി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നായാലും സത്യങ്ങളൊക്കെ മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും. എന്തായാലും അവരൊക്കെ പോലീസ് കസ്റ്റഡിയിലായല്ലോ. ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല. ബാക്കിയൊക്കെ ഇവിടുത്തെ പോലീസുകാർ ചെയ്തോളും. അവളെ നോക്കി പുഞ്ചിരിയോട് ചാന്ദിനി പറഞ്ഞതും ആമി ഞെട്ടിപ്പോയി.